ഞങ്ങളാരും തീവ്ര ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളാണ്. ഈ ആക്രമണങ്ങൾ നടത്തിയവരൊക്കെ VHP പ്രവർത്തകരും ബജരംഗദൾ പ്രവർത്തകരും ഒക്കെയാണ് ശ്രീ രാജശേഖരൻ. തീവ്രവാദം ഞങ്ങളുടെ മുഖമുദ്രയല്ല, അത് ഞങ്ങളെ ചാർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണ്ട, ആമുഖമായിട്ട് തന്നെ പറയുന്നു. പിന്നീട് ഇന്നലെ നടന്ന സംഭവങ്ങള് അത് വെള്ളപൂശി നേരെ അത് ഹിന്ദു സംഘടനകളുടെ തലയിൽ വെക്കാനാണ് എങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല. വളരെ വ്യക്തമായിട്ട് ഇന്നലെ നടന്ന സംഭവത്തെ സംബന്ധിച്ച് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അത് വിവരിക്കാം. സുഹൃത്തെ, എന്നെ പറയാൻ അനുവദിക്കേ. CPIM-ന്റെ നേതൃത്വത്തിൽ DYFI-യുടെയും SFI-യുടെയും ഒക്കെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയുടെ തൽഫലമായി അരങ്ങേറിയ സംഭവമാണ് ഇന്നലെ ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കരിമുളയ്ക്കലിലെ അരങ്ങേറിയിട്ടുള്ളത്. അതിനകത്ത് വേറെ ഒരു സംഘടനകൾക്കും അതിനകത്ത് യാതൊരു വിധമായ പങ്കുമില്ല. പിന്നെ ഒരു ദിക്കിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളോ ഒരിക്കലും ക്രൈസ്തവരുടേതെന്ന് മാത്രമല്ല ഒരു മതവിശ്വാസികളുടെയും ആരാധനാക്രമങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുകയോ അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ അവിടെ നാശമോശങ്ങൾ വരുത്തുകയോ യാതൊരു കാരണവശാലും ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായത്, ജബൽപൂരിലുണ്ടായത്, റായ്പൂരിലുണ്ടായത് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ ശ്രീ രാജശേഖരൻ? അനുവദിക്കണം ദയവ് ചെയ്ത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് ആ പ്രദേശത്തുണ്ടായ ഇടതുപക്ഷത്തിനുണ്ടായ വലിയ പരാജയത്തിൽ നിന്നും അതിനുള്ള ഒരു പ്രതികാരമാണ് ഒരു ക്ലബിന്റെ, അതിനകത്ത് നാനാജാതി മതസ്ഥരുണ്ട്, കൂടുതലും മുസ്ലിം സഹോദരങ്ങളാണ്, മുസ്ലിമുകളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്നാണ് ഈ കരോൾ ആഘോഷം അവർ നടത്തിയത്. ആ കരോൾ ആഘോഷത്തിലേക്ക് കടന്നു കയറി ആക്രമിച്ച്, നിങ്ങൾ ദയവ് ചെയ്ത് അവര് മീഡിയ വണ്ണിന്റെ പ്രതിനിധികളെ ആദ്യമേ ആ ആശുപത്രിയിലെ പോയിട്ട് അവരെ നേരിട്ട് കാണണം. അവർ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണമായിരുന്നു. അവർ പറയുന്നുണ്ട് അവർക്ക് സുപരിചിതരായിട്ടുള്ള CPM നേതാക്കൾ, ശരത് ലാലിന്റെ നേതൃത്വത്തില്, അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തില്, അങ്ങനെ നിരവധി ആളുകൾ, ശ്യാംലാല്, അഖിൽജി കൃഷ്ണൻ തുടങ്ങിയ നിരവധി ആളുകള് അവരെ തെരഞ്ഞു പിടിച്ച് 4 വയസ്സുള്ള കുഞ്ഞുങ്ങള്, 7 വയസ്സുള്ള കുട്ടികളെ അവരെ അടക്കം അടിച്ച് തകർത്തിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. 7 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലും അതേപോലെ തന്നെ കൊറത്തിയാട് സ്റ്റേഷനിലും സൂക്ഷിച്ചിരിക്കുകയാണ്. അവരെ നേരിട്ട് അവരെ നൂറിനാട്ടേക്ക് കൊണ്ടുവരാൻ പോലും തയ്യാറായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തത്, നിസ്സാരമായിട്ടുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ വളരെ നിസ്സാരമായ വകുപ്പുകളിട്ടാണ് ഇപ്പോ FIR എടുത്തിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് ഇരുമ്പ് വടി കൊണ്ട് ഞങ്ങളുടെ തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു എന്ന് ആ പരിക്ക് പറ്റിയ ആളുകളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിനാണ് മീഡിയ വൺ അടക്കം ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത സംഘടനകളുടെ മേളിലേക്ക് ഇത്തരം എന്താ പറയുന്നത് അനാവശ്യമായ ചാർത്തലുകൾ ചാർത്തുന്നത്? എന്തിനു വേണ്ടി? താങ്കൾ പറഞ്ഞു ഇപ്പോഴുണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ ആക്രമണങ്ങളും, അത് ഛത്തീസ്ഗഡിൽ ഉണ്ടായതായാലും ഒഡീഷയിൽ ഉണ്ടായതായാലും ഉത്തർപ്രദേശിലുണ്ടായതായാലും എല്ലാം നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണെന്നാണോ? സംഭവങ്ങളെ സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞ അവസാനം ചോട്ടെ, ഇത്തരം സംഭവങ്ങളെ അങ്ങേയറ്റം അപലപിക്കുന്നു. എല്ലാ മതവിശ്വാസികൾക്കും അവരവരുടേതായ ആരാധനാലയങ്ങളിലെ അവരവരുടേതായ ആഘോഷങ്ങൾ നടത്താൻ നിശ്ചയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ,